ഒരു വീഡിയോ എടുക്കട്ടെ ഒന്ന് കാണാൻ. സ്ത്രീ അവളെ പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര നിസാരം. ബിഗ് ബോസ് കണ്ടിരുന്ന സമയത്ത് ഈ വ്യക്തിനോട് ഭയങ്കര ഒരു ഇഷ്ടവും ഒരു റെസ്പെക്റ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പുള്ളി ഉദ്ദേശിച്ച എൻജോയ്മെൻറ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ബ്രഷ് വായിലേക്ക് ഇട്ടാൽ ഛർദ്ദിക്കാൻ വരും. ഫുഡിൻ്റെ എന്തെങ്കിലും സ്മെല്ലടിച്ച് കഴിഞ്ഞാൽ ഛർദ്ദിക്കാൻ വരും. 24 അവേഴ്സും ഒരു 6 മന്തോളം ഛർദ്ദിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഇതിലെവിടെയാണ് ഈ എൻജോയ്മെൻ്റ് ഉള്ളത്? അരി ഇടിക്കാനല്ല, ശ്വാസം വിടാൻ പറ്റില്ല, നമുക്ക് ബ്രീത്ത് കൺട്രോൾ ആയിരിക്കില്ല, പിന്നെയാണോ അരി ഇടിക്കുന്നത്? ഇതിലെവിടെയാണ് എൻജോയ്മെൻ്റ് ഉള്ളത്? നല്ലോണം ഒരു 2 ഉരുള ചോറ് കഴിച്ച് കഴിഞ്ഞാൽ ശ്വാസം നീങ്ങും. അതായിരിക്കും ഒരു 7 മന്ത് ഒക്കെ ആകുമ്പോഴേക്കുള്ള അവസ്ഥ. ലേബർ റൂമിൽ പോയിട്ടുള്ള എൻജോയ്മെൻ്റ് ഉണ്ടല്ലോ, അത് ഒന്നൊന്നര എൻജോയ്മെൻ്റ് ആണ്. എന്താണ് നെക്സ്റ്റ്? വൈഫിൻ്റെ 3ാമത്തെ പ്രസവത്തിൽ ലേബർ റൂമിൽ ഭാര്യേൻ്റെ കൂടെ ഒന്ന് കയറണം. എന്നിട്ട് പുള്ളിക്കാരി കാണിക്കുന്ന ആ ഒരു എൻജോയ്മെൻ്റ് ഇല്ലേ, അത് കണ്ണിൽ കണ്ട് ഫീൽ ചെയ്യണം. ഓക്കെ, അപ്പം മനസ്സിലാവും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിൻ്റെ എൻജോയ്മെൻറ്റ്. പണ്ടത്തെ ലേഡീസിൻ്റെയും ഇപ്പോഴത്തെ ലേഡീസിൻ്റെയും എൻജോയ്മെൻ്റ് ഇല്ലേ,